ശ്രീ എ സജീവൻ, എന്തിനായിരുന്നു ഒത്തുതീർപ്പ് എന്ന ചോദ്യം അന്നത്തെ മാധ്യമപ്രവർത്തകരായ അന്നത്തെ കാര്യങ്ങൾ നോക്കിക്കണ്ടിട്ടുള്ള ആളെന്ന നിലയ്ക്ക് താങ്കൾക്കും തോന്നുന്നില്ലേ? എന്തോ ഒരു പ്രത്യേക കാര്യമുണ്ടായിരുന്നു ടി പി കേസുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ മുല്ലപ്പള്ളി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ വൻ സ്രാവുകളിലേക്ക് അന്വേഷണം പോകാതെ ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ അതിന്റെ അന്വേഷണം നിന്നുപോയി എന്ന്. ഏതായിരുന്നു ആ ഘട്ടം എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി മറുപടി പറയുകയും ചെയ്തില്ല. പിന്നീട് രമയും പലതവണയായി പറഞ്ഞിട്ടുണ്ട് പി മോഹന് മുകളിലേക്ക് അന്വേഷണം പോയിട്ടില്ല, ഗൂഢാലോചന അന്വേഷിച്ചിട്ടില്ല എന്ന്. അപ്പോൾ എന്തായിരുന്നു ആ ഒത്തുതീർപ്പ് എന്ന ഈ സമരം ഒത്തുതീരുകയായിരുന്നു എന്ന വിവരം പുറത്തു വരുമ്പോൾ ഒന്നുകൂടി ഉയരുകയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ സമരം ഒത്തുതീർന്നിട്ടുള്ളത് സ്വാഭാവികമായ രീതിയിലല്ല. ഇപ്പോൾ സർക്കാരിനെതിരെയുള്ള സമരമാണെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിലെ സമരമാണെങ്കിലും സമരം നടന്നുകൊണ്ടിരിക്കെ അത് അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോൾ ഇരുവിഭാഗവും തമ്മിൽ ചർച്ച നടത്തും. ആ ചർച്ച പരസ്യമായി നടത്തിയിട്ട് അത് ഈ സമരം ചെയ്യുന്ന ആളുകളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് സമരം പിൻവലിക്കാൻ തയ്യാറാവുക. പൊതുജനത്തെയും ബോധ്യപ്പെടുത്തും. സർക്കാരിനെതിരെയുള്ള സമരമാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന്, ഇപ്പോൾ ദിവാകരൻ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്നാണ് അദ്ദേഹം സമരത്തിൻ്റെ നായകന്മാരിൽ ഒരാളായിട്ടുള്ള ദിവാകരൻ ഉൾപ്പെടെ പെട്ടെന്നാണ് അറിയുന്നത് ഈ സമരം അവസാനിച്ചുവെന്ന്. തോമസ് ഐസക് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടാണ് അറിയുന്നത് സമരം അവസാനിപ്പിച്ചുവെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അവസാനിപ്പിക്കൽ ഉണ്ടാവില്ലല്ലോ. ഇത് അവസാനിപ്പിക്കാൻ ഇപ്പോൾ ഇവിടെ 4 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടുള്ള ആളുകൾ. മുണ്ടക്കയമുണ്ട്, ബ്രിട്ടാസുണ്ട്, ചെറിയാൻ ഫിലിപ്പുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. ഇതിൽ മറ്റുള്ള ആളുകളൊക്കെ പറയുന്നതിനേക്കാൾ കുറേ കൂടി ഇവിടെ ചെറിയാൻ ഫിലിപ്പ് പറയുന്നതാണ് എനിക്ക് കുറേ കൂടി ബോധ്യപ്പെട്ടതായിട്ടുള്ള. അദ്ദേഹം പറയുന്നു ഈ സമരം അവസാനിപ്പിക്കാൻ 2 പക്ഷത്തിനും ഒരേപോലെ താല്പര്യം ഉണ്ടായിരുന്നു. അതാണ് വന്ന് നോക്കേണ്ടത്. ആ താല്പര്യം എന്തായിരുന്നു? സമരം അവസാനിപ്പിക്കാൻ സ്വാഭാവികമായിട്ട് സമരം നടക്കുമ്പോൾ സമരം അവസാനിക്കും. അതല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ട ഘട്ടത്തിൽ നിർബന്ധിതമായിട്ട് അവസാനിപ്പിക്കും. ഇതല്ല, സമരത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കുകയല്ല. അതിലാവശ്യം ഇപ്പോൾ ഇവിടെ ഹസ്കർ പറഞ്ഞല്ലോ, 2 ആവശ്യങ്ങളാണ്. ഒന്ന് ജുഡീഷ്യൽ അന്വേഷണം, സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ടുള്ള ജുഡീഷ്യൽ അന്വേഷണമാണ് ഒന്ന്. അത് അതേപടി നടന്നില്ല, സിറ്റിംഗ് ജഡ്ജി വന്നില്ല. അപ്പം എന്തായാലും ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറായി. രണ്ടാമത്തെ മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ടുള്ള അന്വേഷണമാണ്. മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന് തയ്യാറായാൽ ചർച്ചയൊന്നുമില്ലാതെ ആ സമരം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വളരെ എളുപ്പം. പക്ഷേ പ്രധാനപ്പെട്ട ആവശ്യമായ ഇതിൽ ആരോപണ വിധേയനാണ് എന്നന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്ന ആവശ്യത്തിൽ നിന്ന് ആ ആവശ്യത്തിന് ഒരു പ്രതികരണവും ഉണ്ടാവാതെയാണ് അത് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ സമരം അവസാനിപ്പിക്കേണ്ട രീതിയിലൊന്നുമല്ല അവസാനിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് വളരെ പെട്ടെന്ന് ദിവാകരൻ തന്നെ ഇതിനെ നയിച്ച ഇടതുമുന്നണിയുടെ നേതാവ് എന്ന നിലയിൽ തിരുവനന്തപുരത്ത് നിന്നതിനെ നയിച്ചിട്ടുള്ള ഒരാളാണല്ലോ ദിവാകരൻ. അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് പറയാനുള്ള ഒരു അവസാനിപ്പിക്കാനുള്ള കാരണമായിട്ട് ഇപ്പോഴും ഇടതുപക്ഷം പറയുന്നത് ഈ സമരം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും അവിടെ വരുന്ന സമര സഖാക്കൾക്ക് വേണ്ട പ്രാഥമിക കർമ്മങ്ങൾക്കുള്ള അവസരം പോലും ഇതിനുള്ള സൗകര്യമില്ലാത്ത ഒന്ന് അതുകൊണ്ട് അവസാനിപ്പിച്ചു. ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ, എല്ലാ കാര്യത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമല്ലോ. അങ്ങനെ ഒരുക്കാതെയാണെങ്കിൽ ആ സമരം നടത്തിയത് വേണ്ട രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ലാതെയാണ്, സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സമരം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അത്ഭുതകരമായ രീതിയിലുള്ളതാണ്. അപ്പോൾ ഇവിടെ സമരം അവസാനിപ്പിക്കുന്നതിൽ 2 പക്ഷവും ഇതിൽ നമുക്കറിയേണ്ടത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ താല്പര്യം അത് വളരെ, ഇവിടെ രാജു പി നായരാണെങ്കിലും ഒക്കെ പറഞ്ഞ കാര്യം LDFിൻ്റെ കുഴപ്പമാണ്, LDFിന് താല്പര്യമായിരുന്നു എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അതല്ല, ഇവിടെ ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ വിളിച്ചതെന്നാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരിച്ചാ പറയുന്നത്. ഈ 4 പേരും 3 രീതിയിലാണ് പറയുന്നത്. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിച്ചു എന്നാണ് ജോൺ ബ്രിട്ടാസും ചെറിയാൻ ഫിലിപ്പും പറഞ്ഞു ഒരേപോലെ. ജോൺ ബ്രിട്ടാസ് അങ്ങനെ പറയുന്നത് രാഷ്ട്രീയ താല്പര്യം ആണെന്ന് വയ്ക്കുക. പക്ഷേ ചെറിയാൻ ഫിലിപ്പ് അന്ന് LDFിനോടൊപ്പവും ഇപ്പോൾ കോൺഗ്രസ്സുകാരനുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം തിരുവഞ്ചൂർ പറഞ്ഞ് ശരിയല്ല എന്ന രീതിയിൽ പറയുന്നുണ്ട് എങ്കിൽ തിരുവഞ്ചൂരിന് എന്തോ താല്പര്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതേപോലെ തന്നെ ഇത് അവസാനിപ്പിക്കാൻ ജോൺ മുണ്ടക്കയം പറയുന്ന രീതിയിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കട്ടെ എന്ന്
അവസാനിപ്പിക്കേണ്ടേ എന്ന് ഒന്നുകിൽ ജോൺ ബ്രിട്ടാസ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹം വെറുതെ കളവ് അറിയില്ല, ഒന്നും അറിയാതെ എന്നോട് വന്ന് പറഞ്ഞെന്ന് പറയില്ല. സ്വാഭാവികമായിട്ടും ഈ രണ്ട് കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതിൽ നമുക്ക് അത്ര പെട്ടെന്ന് വിശ്വസിക്കാവുന്ന കാരണങ്ങളൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ മറ്റു പല കാരണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.